വ്യവസായശാലകളെല്ലാം പൂട്ടി അടച്ചിടുകയല്ല. കശുവണ്ടി വ്യവസായമൊക്കെ തകർന്ന് തരിപ്പണമായി. പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഒരു മീറ്റർ കമ്പനി ഉണ്ട്, അതത് പോയി. പിന്നെ കാട്ടമില്ലുണ്ടായിരുന്നു, അത് പോയി. അങ്ങനെ എല്ലാ വ്യവസായശാലകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. 10-30 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ ഇവർ മാറി മാറി ഭരിച്ചിട്ട് ഇതുവരെയായിട്ട് ഒരു ഭരണമാറ്റങ്ങളോ കാര്യങ്ങളോ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. മോഡി സർക്കാർ വന്നെങ്കിലേ നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കൂ. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രയത്നിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് പിടിക്കുമ്പോൾ ഒന്ന് സൂചിപ്പിക്കുന്നത് രണ്ട് മുന്നണികളെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും തള്ളി പുറകോട്ട് മാറ്റിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി വിജയത്തിൻ്റെ പാതയിലേക്ക് നടന്ന് കയറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, LDFിൻ്റെ ഭാഗമായിട്ട് MP ആയിരുന്ന ആളാണ് NK പ്രേമചന്ദ്രൻ. UDFിൻ്റെ ഭാഗമായി MP ആയിരുന്ന ആളാണ്. ഏതാണ്ട് 25 വർഷക്കാലം രാജ്യസഭയിൽ അടക്കം ജനപ്രതിയായി പ്രവർത്തിച്ചുകൊണ്ട് കൊല്ലത്തിനൊരു മാറ്റമുണ്ടാക്കുവാൻ, കൊല്ലത്തെ ഒരു സമഗ്രമായ വികസനം സാധ്യമാക്കുവാൻ NK പ്രേമചന്ദ്രൻ MP പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്താകമാനം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലും നടത്തിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ തൻ്റേതാക്കി മാറ്റുവാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് MP നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നമുക്ക് നോക്കുന്ന സമയത്ത് കൊല്ലം ടൗൺ ആകട്ടെ, കൊല്ലം ബസ് സ്റ്റേഷൻ ആകട്ടെ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട്. കൊല്ലം ജില്ലാ ആശുപത്രി, കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അടക്കം ആരോഗ്യ മേഖലയിലും സാമ്പത്തിക മേഖലയിലും അടക്കം കൊല്ലം പിന്നോട്ട് പോയി. കൊല്ലത്തെ പരമ്പരാഗതമായ വ്യവസായങ്ങൾ തകർന്നു. കശുവണ്ടി മേഖല, കയറ് മേഖല, പാർവതി മില്ല് 2009 പൂട്ടിയതാണ് പാർവതി മില്ല്. കൊല്ലം ജില്ലയിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അവരുടെ കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു പാർവതി മില്ല്. അങ്ങനെ ഒരു വശത്ത് പരാജയപ്പെട്ട ഒരു MP, മറുവശത്ത് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 8 വർഷക്കാലം കൊല്ലം നിയമസഭാ മണ്ഡലത്തെ പ്രതികരിച്ചുകൊണ്ട് MLA ആയി പ്രവർത്തിക്കുന്ന ശ്രീ മുകേഷിനെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പോലും നേരിട്ട് പോയി കാണാൻ കഴിയാത്ത സാഹചര്യം. കൊല്ലത്തിൻ്റെ സമഗ്രമായ വികസനമാണ് കൊല്ലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ വർഷമായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ആയിരുന്നു. ഇപ്പോൾ അമൃത പ്രകാരം നമുക്ക് കുടിവെള്ളം കിട്ടുന്നത് കൊണ്ട് നമ്മൾ സന്തോഷത്തിലാണ്. ഒരുപാട് വീടുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള നല്ല നല്ല പ്രവൃത്തികൾ ഇനിയും നിലവിൽ വരണം.